അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയോട് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി പറഞ്ഞു. ഞാൻ ഒരിക്കൽ രസമുണ്ടേ, എൻ്റെ പ്രസംഗത്തിന് എൻ്റെ കുറച്ച് എന്നോട് വളരെ അടുപ്പമുള്ളവരൊക്കെ വാട്സപ്പ് റിലേഷൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും സഹപ്രവർത്തകർ, അടുത്ത സഹപ്രവർത്തകർക്ക് അതുള്ളൂ 10-20 വരെ ഉണ്ടാകാൻ തുടങ്ങണം. അപ്പോൾ അവർ ചിലരൊക്കെ ഇത് ഈ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൂടി പറഞ്ഞേ, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ നല്ല രസമാണെന്നത്. ഇപ്പം ഞാൻ ഇന്നൊരു ജീവിതാനുഭവം പറയാൻ പോയി. ഞാൻ അമ്പലപ്പുഴ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കണേ, കുറേ കാലം ഇരുന്നേ അവിടെ. അന്ന് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ 6 കൊല്ലത്തോളം അവിടെ വികാരിയായിട്ടിരുന്നു. അവിടെ കുറേ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു സ്ഥലമേ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ കൂട്ടത്തിൽ നടുക്ക് അമ്പലപ്പുഴ പള്ളിക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് നെൽപ്പാടം. അപ്പോൾ പിതാവ് പാസ്റ്റർ വിസിറ്റ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഇടയ സന്ദർശനം വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ നടത്തിപ്പുകാരൻ കൈ ചൂണ്ടി പള്ളിയിൽ നിന്ന് കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ അരികിൽ പോയി വെച്ച് കൈ ചൂണ്ടി ഇന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥലം കിടക്കണമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഈ രേഖയൊന്നുമില്ല. പണ്ട് 945 945 അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ്, അല്ല 45 വർഷം മുമ്പ് നമ്മൾക്ക് ആരോ ഇഷ്ടദാനം തന്നാണ്, വിൽപ്പത്തത്തിലൂടെ, ഏതോ ഒരു വിൽപ്പത്തത്തിലൂടെ പള്ളിക്ക് ഇഷ്ടദാനം കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ രേഖകൾ അതിനൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനുണ്ട്, പിതാവുണ്ട്, ശിവൻ അത്തിപ്പുഴ പിതാവ്, ഇന്നത്തെ ട്രസ്റ്റികളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുന്ന ഒരു ട്രസ്റ്റിയുണ്ട്, കുഞ്ഞോൻ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പം ഇല്ല, കർത്താവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ തന്നെ പ്ലാനിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോഴെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ നല്ല 5-6 ഏക്കറുണ്ട്, ചെറിയ ഏക്കർ, കുട്ടനാട്ടിൽ 5-6 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ജപമാലയുടെ സമയത്ത് ഇപ്പം എനിക്കും വേറെയും കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇടവകയൊന്നും അളന്നില്ലാഞ്ഞിട്ട് നമ്മൾ പീറ്റർ പിതാവിൻ്റെ കാലത്ത് സ്ഥലം വാങ്ങിച്ചിട്ട് 2.5 ഏക്കർ സ്ഥലം അമ്പലപ്പുഴ ടൗണിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ആൾക്കാരെ പലയിടത്തുനിന്നും വീടില്ലാത്തവരെ കൊണ്ടുപോയി അവിടെ വീട് കെട്ടിക്കൊടുത്ത് താമസിപ്പിക്കുകയാണ്. അത്രയും ഭയങ്കര പേഴ്സ പ്രവർത്തനമായിട്ട് നടത്തിയത്. പക്ഷേ അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തു, എല്ലാ ജാതിക്കാർക്കും കൊടുത്തു. അവരാരും നമുക്ക് ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരത് അതിനകത്ത് ആനുകൂല്യം കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ കള്ളത്തരല്ലേ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയൊന്നുമല്ല. അത് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അവിടെ പകർച്ച കൊടുക്കും. അങ്ങനെ പല ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും അമ്പലപ്പുഴ ആലപ്പുഴ രൂപത അമ്പലപ്പുഴ ഇടവകയിൽ സ്ഥലവും വീടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിനുണ്ട്. ഞാൻ അവിടെ പോകണതാണ്, അവിടെ സന്ദർശിക്കാനൊക്കെ പോകണതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ FCRI എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിക്ക് മലമറത്തെ കാശ്. ക്രിസ്ത്യാനി ചെയ്യണേ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ജോലിയാണ് ചെയ്യണത്. ആർക്കാ ഇനി FFA എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതും ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതും ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്ത്യൻസിനും കൊടുക്കും, ഹിന്ദുസിനും കൊടുക്കും, മുസ്ലിംസിനും കൊടുക്കും. അത് ഫാമിലി FFA ഫാമിലി അസോസിയേഷന് വേണ്ടിയുള്ള സംഭാവനയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും അത് കിട്ടും. അത് പഠിത്തമായാലും കോളേജായാലും ഇതുപോലെയുള്ള സഹായമായാലും കിട്ടും. അപ്പോൾ അത്
ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ സുവിശേഷ വിഹിതമാകത്തുള്ളൂ. അതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ആൾക്കാർ ഭയങ്കര വർഗീയതയല്ല അവിടെയൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടാൻ കാത്തിരിക്കുകയാണ് ആൾക്കാർക്ക് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി. അത് അവരുടെ കസേര വിപ്ലവമാണ്. അതിനകത്തൊന്നും ഞങ്ങൾ ആരും പോയി തലവെക്കത്തില്ല. ലെറ്റ് ദം ഹാവ് ഇറ്റ് ഫോർ ദെയർ കൺവീനിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഈ സ്ഥലത്തിന് നമുക്ക് രേഖയിലല്ല. അപ്പം ഞാൻ നമ്മുടെ അടുത്ത് രേഖയില്ലെന്നേ ഉള്ളേ. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, അത് ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി വെച്ചാൽ ഇപ്പം ഈ സ്ഥലം ആൾക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർക്ക് അന്ന് പ്രമാണം ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ 10-14 കൊല്ലം മുമ്പ് കൊടുത്തത്. അപ്പം ഞാൻ ചെന്നപ്പോൾ എല്ലാവരും വന്ന്, ഞാൻ ഈ പ്രാർത്ഥനക്കാരനൊക്കെ കാരണം ഒറ്റയടിക്ക് മറുപടി പറയത്തില്ല. അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് ആൾക്കാർ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് തോന്നുന്നു, അച്ഛാ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടണില്ല അച്ഛാ, ഒരു സെപ്റ്റി ടാങ്ക് പോലും ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അച്ഛാ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ പേര് ഇതാക്കി തരാൻ പിതാവിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എനിക്കറിയാം ഇവർക്ക് കൊടുത്താൽ ഇവർ ചില ആൾക്കാർ വിറ്റ് അപ്പം തന്നെ രാജ്യം വിട്ടു പോകും, മക്കൾക്ക് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരപ്പം തന്നെ വിൽക്കും. അതൊക്കെ എനിക്കറിയാം. പിന്നെ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഡൗൺ ചെയ്ത് നിൽക്കുക. എങ്കിലും ഞാനൊരു പണി ചെയ്ത് എന്ത് ചെയ്യുന്നറിയാവോ, അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ആ പള്ളി ചെന്നപ്പോൾ തന്നെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപമാണ്, മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ലൂർദ് മാതാവിന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മാതാവിനോട് കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്പലപ്പുഴ പള്ളിയുടെ വാതിക്കലുടെ ജനൽ തുറന്നിട്ടിട്ട് അൾത്താറയിൽ ഇരുന്ന മാതാവിനെ കൊണ്ടുവന്ന് അവിടെ അകത്ത് പള്ളിയുടെ അകത്ത് ഒരു മേശയിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ എനിക്ക് കൈയെത്തി അമ്മയുടെ കാലിൽ തൊട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം. തിരിച്ച് രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ചിലപ്പോൾ കയറി വരുന്നത്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവരുടെ പ്രൈവറ്റ് റിലേഷൻസാണതെല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊടിമരം അമ്മയുടെ ഫ്രണ്ടിൽ തന്നെ കൊടിമരമുണ്ട്, ആ കൊടിമരത്ത് നിന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒഴുതി ഞാനവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ സമയം ഉണ്ടായിരുന്നു. അന്ന് ഇന്നുപോലെ കൃപാസനത്ത് അതുപോലെ തിരക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വല്ലപ്പോഴും ശുശ്രൂഷക്ക് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ കൊടിമരത്തെ വന്നിരുന്ന് കൊന്തയില്ല. എന്നിട്ട് പിന്നീട് കൊടിമരത്തെ ഒന്ന് മുട്ടിട്ട് നിരങ്ങി അമ്മയെടുത്ത് ചെല്ലും. മുട്ടിട്ട് നിരങ്ങി അപ്പുറം മണമൊന്നും കാണുന്നില്ല, രേഖകളൊന്നും ഇല്ല, എന്താ നമ്മുടെ സ്ഥലമായിരുന്നത്, കൈവിട്ട് പോയൊരു വിഷമമുണ്ട് എന്നൊക്കെ അമ്മയോട് പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു സഹപ്രവർത്തനമുണ്ട്, ആ ഇല്ലിച്ചലയുള്ളതാണ് മോനിച്ചൻ സാബു. അപ്പോൾ സാബു ഒരിക്കൽ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന്, അച്ഛാ നമ്മളുടെ ആ സ്ഥലത്തില്ലേ കുട്ടനാട്ടിൽ, അവിടെ വേറെ ഒരു പാർട്ടി അവിടെ വിതക്കണം എന്ന് പറഞ്ഞു. അവരൊരു 2-3 ഏക്കർ നേരത്തെ അവിടെ നിന്ന് കയ്യേറി എടുത്തിട്ടുണ്ട്, ഇപ്പം അടുത്ത കൂടി വിതയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുടനെ ഒരു നീട്ടിപ്പിടിച്ച് കത്തെഴുതി പിതാവിന് കൊടുത്ത്, എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ പിതാവ് തരണമെന്നും പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിതാവിന് വിൽപ്പത്തത്തിൻ്റെ ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് കിട്ടി. അത് കണ്ണായ ഒരു പേജ് പണ്ടെങ്ങാട് കൊടുത്താലേ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് വിൽപ്പത്തത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ വക്കീലിന് കൊടുത്തു. ബിഷപ്പ് ഉടനെ വക്കീലിനെ വിളിപ്പിച്ച് വക്കീലിന് കൊടുത്തു. വക്കീലത് കോടതി കൊടുത്ത്, അപ്പോൾ ഇനി അത് പോക്കോരോ ചെയ്ത് അളന്ന് ടാക്സ് അടച്ച് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അതൊന്നും ഭയങ്കര പാടാണ്, കിട്ടത്തില്ല. അപ്പം അതിന് കോടതി എന്ന് ഉടനെ പറഞ്ഞ് ആ വസ്തു നിങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞ് നമ്മുടേതാണെന്ന് ആ വസ്തു നമ്മളിപ്പം ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിന് ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ആ വസ്തു നമ്മുടെ കൈകാര്യത്തിലാണ് ഡോക്യുമെൻ്റ് വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ വസ്തു ഒരു ട്രാക്ടറിനെ വിളിച്ച് ആ വസ്തു ഈ പാടത്തിന് കണ്ണെത്താ ദൂരത്ത് കിടക്കണത്, നോക്കത്താ ദൂരത്ത് കിടക്കുകയാണ്.
അവിടെ നമ്മൾ ഇന്ത്യ എങ്ങനെയും ചെല്ലണം അവിടെ. എന്നിട്ട് ട്രാക്ടറിനെ വിളിച്ച് അവിടെ പോയി അത് ട്രാക്ടർ ഓടിച്ച് നമ്മളവിടെ നിർത്തി, അച്ഛനെ ഈ ലോഹയിട്ട് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കോടതി കൊടുക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ അവർ യൂസേജ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ല. കാരണം ആ സ്ഥലത്തുള്ള എല്ലാം ഒരു പ്രത്യേക പാർട്ട് കൈകാര്യം ചെയ്ത് കയറി എടുത്ത് വയ്ക്കണം. ഇത് മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ അടിച്ച് ഏൽപ്പിച്ചിട്ട് ഇതവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തലവട്ടം അവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുകയും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പം അതിന് ഞാനവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു പണി ചെയ്തു. എന്താണെന്നറിയാമോ? അതായത് ചുറ്റുവട്ടത്ത് ഭയങ്കര മഴ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അവിടെ വല്ല വെയില ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണുമ്പോൾ ഓടിക്കോളും. അപ്പോൾ ഭയങ്കര മഴ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഴയുണ്ടെങ്കിലും ആ പാടശേഖരനൊന്നും ട്രാക്ടർ കാണാനില്ല. അപ്പം ഞങ്ങൾ എന്ത് വെച്ചാൽ, ഞാൻ കുഞ്ഞുചേട്ടനും കൊന്തയുടെ ആളാണ്. ഞങ്ങൾ രണ്ടും കൂടി നേടി മഴയത്ത് നിന്നുകൊണ്ട് കൊന്തയിൽ ചെയ്യണം അവിടെ. കാര്യം എന്താ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ കൊന്ത ചെല്ലണ സമയത്തുണ്ടല്ലോ, കൊന്തയിൽ തിരയാകുമ്പോൾ ഈ മഴയുടെ ഈ മഴ നിഴലില്ലേ, ഒരു 2-3 കിലോമീറ്റർ അകലെ ഒരു നിഴൽ പോലെ ട്രാക്ടർ ഓടുന്നുണ്ട്. അത് മാതാവ് കാണിച്ചു തന്നാണ്. അപ്പോൾ ആ ട്രാക്ടറിനെ വിളിക്കണം. പക്ഷേ അത് നമ്മുടെ നമ്പറൊന്നും, നമുക്ക് ആ സ്ഥലത്ത് ഞാൻ ആദ്യം ചെല്ലുകയും നമ്മുടെ നമ്പറൊന്നുമില്ല. അപ്പോൾ ആ വഴിക്ക് കൂടി തന്നെ കുടയും ചൂടി പോകണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടാൻ എവിടെ വല്ല മാർഗമുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞത് മോട്ടോർ പേരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് മോട്ടോർ പേരിലോട്ട് നടന്ന് മോട്ടോർ വരെ ചെന്നപ്പോൾ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടി. ഞങ്ങൾ ഈ മഴയത്ത് അയാളെ വിളിച്ചു. അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥിരം കുറ്റികളല്ലല്ലോ. ഇവിടെ ഞാൻ ഏറ്റവും കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മഴയത്ത് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. തന്നെയല്ല, ആ സ്ഥലം ഇന്ന ആൾക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു തർക്കപ്പുരയുടെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സ്ഥിരമായിട്ട് അവിടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രാക്ടറുകാരനാണ്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് തന്നൊരു അതാണ്ട് ഇത് ഈ പ്രേയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഉടനെ പറഞ്ഞു, ചേട്ടാ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, 1 മിനിറ്റിന് ചേട്ടന്. അപ്പോൾ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, ചേട്ടന് 5000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ ആത്മാർത്ഥമുള്ളവരാണ് മനസ്സിലായത്. നോക്കട്ടെ മഴ ഒന്ന് തോരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചെറിയൊരു മഴ തുറന്നപ്പോൾ തന്നെ പുള്ളി 10 മിനിറ്റ് അപ്പോൾ കാര്യമല്ലേ. ഇവിടുന്ന് ഈ മഴയത്ത് ഈ കുറേ പോകണം, അതിൻ്റെ അകത്ത് 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞാൻ ലോഹയൊക്കെ ഊരി തയ്യൽ ഓല കെട്ടി വെച്ചിരിക്കുക. താഴെയുടെ നനഞ്ഞ് കുതിർന്നു പോയി. പിന്നെ ഈ പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങി ഈ പാടശേഖരത്തിൻ്റെ വരമ്പിൽ കൂടി പോവുകയാണ്. നല്ല മഴയാണ്. പിന്നെ കുറേ വരമ്പിൽ ചിലപ്പോൾ കുഴമ്പില്ല. അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ അരവപ്പം ഈ മുട്ടപ്പം വെച്ച് നീന്തി പോയി. പക്ഷെ അവിടെയൊക്കെ അണലി ഉള്ളതാണ് ശരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് അണലി കടിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഈ മഴ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ ഇതൊന്നും ദൈവം നമ്മളെ അറിയിക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതായത് ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന് നമ്മളെ കുറേ വാഗ്ദാനങ്ങളുണ്ടേ. നിങ്ങളെ സർപ്പങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നിങ്ങളെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും, അതാണ് ഞാനിന്ന് പറഞ്ഞത്, അത് ദൈവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മൾ ആ സമയത്ത് അണലിയെക്കുറിച്ച് ചിന്തിക്കണില്ല, മഴയെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ നമ്മൾ വീഴുമോ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. അപ്പം നമ്മളെ ചിന്തിപ്പിക്കാതെ, നെഗറ്റീവ്സ് ഒന്നും ചിന്തിപ്പിക്കാതെ ദൈവം മാരകമായി എന്ത് കഴിച്ചാലും നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഈ മാരകമായി ഒന്നും നമ്മളെ കഴിപ്പിക്കാൻ പോലും അതിനെക്കുറിച്ച് ഓർപ്പിക്കാതെ നമ്മൾ സ്പോട്ടിൽ ചെല്ലുക. അതാണ് പ്രാർത്ഥന കൂടെ. അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമല്ല. പ്രാർത്ഥന ഒരു ജീവശ്വാസം പോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരാളായിട്ട് മാറിയാൽ ഇതുപോലെയുള്ള സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. എന്താണ്? ആൾക്കാർ ഓടിക്കൂടായിരിക്കാം, മഴ പെയ്ച്ചു, അണലിയും പാമ്പൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്ത് കൂടി എന്നെ അത് അറിയിക്കാതെ കൊണ്ടുപോയി ഈ ട്രാക്ടറുകാരൻ കറക്റ്റ് സ്പോട്ടിൽ വന്ന് ആ സമയത്ത് കുഞ്ഞുചേട്ടൻ ഇയാളെ ഉഴുത്
ഞാൻ നടന്നതിൻ്റെ കൂടെ അയാൾ ഫോട്ടോ എടുത്ത് കോടതി കൊടുത്ത്, കോടതി വസ്തു അളക്കാൻ തീരുമാനിച്ചു. അളന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേഖ കൊണ്ട്, കാര്യം കോടതി അത് പോക്കുവരെ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ആദ്യം അനുവാദം കിട്ടിയിരുന്നു. നമ്മുടെ രേഖ കൊണ്ട്. പിന്നെ അളവിൻ്റെ പ്രശ്നത്തിലേ ഉള്ളൂ കുഴപ്പം വരുന്നത്. അപ്പം അതിന് അളവ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴൊക്കെ നിങ്ങളീ നടക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് അത് നടക്കത്തില്ലെന്നല്ല, ദൈവത്തിനെ കൊണ്ട് നടക്കും. എങ്ങനെയാണ് ഇപ്പം നമുക്കെന്താ വിചാരിക്കണേ? കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ വെള്ളവടിയും തോന്നിവാസവും പോക്കൃത്തൊക്കെ ആയിട്ട് ജീവിച്ചാൽ ദൈവത്തെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, ദൈവത്തിനെ കൊണ്ട് ജീവിക്കുന്നു. അത് ആ ദൈവത്തിന് ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻസ് നർച്ചർ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ഇതുപോലുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും